അതെ, ഇതൊക്കെ കണ്ടില്ലേ, വഴികളൊക്കെ നമ്മൾ സൂക്ഷിച്ച് കയറി പോകാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വീണ്ടും താഴോട്ടാണ് വഴി ഇറങ്ങുന്നത്. നോക്കാം, നമുക്ക് വഴി അറിയില്ല ശരിക്കും. ആദ്യമായിട്ടാണ് നമ്മളിത് പോരുന്നത്. നമ്മളൊരു ഇത് കണ്ടുപോകുന്നതാണ്. അവരോട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് കൊട്ടക്കാമ്പൂര് വഴി പോകുന്ന എളുപ്പമെന്നാണ് പറഞ്ഞത്. നമുക്കൊരു റേസ് തോന്നിയിട്ട് നമ്മൾ ചിലന്തിയാർ വാട്ടർഫോൾസിൻ്റെ അതിലേക്ക് കയറി വന്നതാണ്. എങ്ങനെയാണ് വഴി നമുക്ക് നോക്കാം. ഇത് പാലിക്കലിൻ്റെ അറ്റത്തോട്ടാണോ അതോ തിരിച്ച് താഴോട്ടാണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് മുന്നോട്ട് പോയി നമുക്ക് നോക്കാം എന്താകും നമ്മുടെ അവസ്ഥ എന്ന്. അപ്പം ഇവിടൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ട്. ഒച്ച കേൾക്കുന്നില്ല, നല്ല അടിപൊളി കാറ്റ് അടിക്കുന്നു. അപ്പം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്നൊരു റെയിൻകോട്ട് എടുക്കുക. കാരണം മഴ വെല്ലം പെയ്ത് കഴിഞ്ഞാൽ റെയിൻകോട്ടോ കുടയോ, കുടയേക്കാളും നല്ല റെയിൻകോട്ടായിരിക്കും. കാരണം നല്ല കാറ്റടിച്ച് കഴിഞ്ഞാൽ കുട നിൽക്കത്തില്ല. അപ്പോൾ റെയിൻകോട്ട് എടുത്തുകൊണ്ട് കയറാൻ ശ്രമിക്കുക. കാരണം നല്ല മഴ പെയ്താലും നനയേണ്ടി വരും. കയറി നിൽക്കാനൊന്നും സ്ഥലമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നനയുക തന്നെ ചെയ്യേണ്ടി വരും. ഇവിടൊക്കെ തീ കത്തിയതാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ തീ കത്തി, ഇത് കണ്ടില്ലേ തീ കത്തി കിടക്കുന്നത്. ഇവിടെ കണ്ടോ, ഇതൊക്കെ തീ കത്തിയതാ. അതായത് നമ്മളിങ്ങോട്ട് കയറിയ മരങ്ങൾ വരാന്ന് ഒരുപാട് സൗണ്ട് കേട്ടു. അപ്പൊ ഈ മരങ്ങൾ വരാനാണല്ലോ കാട്ടില് തീ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചായിരിക്കും. ഇവിടൊക്കെ തീ കത്തിക്കഴിഞ്ഞാൽ എങ്ങനെ കെടുത്തും എന്നുള്ളത് ഭയങ്കര ടാസ്കായ ഒരു കാര്യമാണ്. നമ്മളിത് ഇത് പാലിക്കല്ല് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കണ്ട ആ പാറ ആ കാണുന്നതാണ്. നമ്മൾ താഴെ കണ്ട പാറ എന്ന് പറഞ്ഞാൽ വേണ്ട ആ കാണുന്ന പാറയാണ്, കണ്ടില്ലേ. അപ്പൊ നമ്മൾ പാലിക്കല്ല് ടോപ്പിലെത്തി. അതായത് നമ്മൾ പാലിക്കല്ല് ടോപ്പിലെത്തി. അതുകൊണ്ട് ആ കാണുന്ന പാറയിലാണ് നമ്മൾ താഴെ ചിലന്തിയാർ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന പാറയാണ് എഡ്ജ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അടിപൊളി. നമ്മളിങ്ങനെ കയറുമ്പോൾ നമുക്ക് കണ്ടില്ലേ മരങ്ങളൊക്കെ മാറി ഇപ്പൊ പുൽമേട് മാത്രമായി. അതായത് ഫുൾ വ്യൂ 360 വ്യൂ കിട്ടുന്നു. അതായത് എങ്ങോട്ട് നോക്കിയാലും മലകള്, ഒരു സൈഡില് മരം കണ്ടില്ലേ. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണത്. അതായത് ഗ്രാൻഡീസ് മരങ്ങളും ഓക്കെ, ബാക്കി ഇങ്ങനെ കണ്ടില്ലേ മലകൾ. നമുക്ക് പാലിക്കല്ല് കല്ലിന്റെ അടുത്തോട്ട് പോവാം. നമ്മൾ പാലിക്കല്ല് ടോപ്പിലെത്തി. ഇപ്പൊ നല്ല കാറ്റെന്നുള്ള നല്ല അടിപൊളി കാറ്റാകണം, രക്ഷയില്ല. അടിപൊളി കാറ്റും അടിപൊളി. ഓ ഇത് കണ്ടില്ലേ, നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ എവിടെയാണ് കേട്ടോ. അതായത് നമ്മുടെ ചിലന്തിയാർ വാട്ടർഫോൾസിൽ പോകുന്ന വെള്ളം ഒഴുകുന്നതാണ്. കണ്ടില്ലേ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റിന് മറ്റേ ഹൈറ്റ് കണ്ടില്ലേ. അപ്പം പാലിക്കല്ല് വ്യൂ പോയിന്റ്, അതായത് ആ എഡ്ജിലോട്ട് നമ്മൾ പോകുന്നു. അതായത് സൂക്ഷിച്ച് നടക്കുക പറയാനുള്ളൂ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ വ്യൂ. സീസൺ അല്ലാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ, ഇതൊരു മനുഷ്യനില്ല. എങ്ങോട്ട് നോക്കിയാലും നല്ല അടിപൊളി.
അത് ഇതാണ് പാലിക്കല്ല് വ്യൂ പോയിന്റ് അല്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. കിട്ടുകാറ്റ് നല്ല അടിപൊളി കാറ്റുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നല്ല കാറ്റ് കൊണ്ടുപോകും. ഈ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ മരങ്ങളാണ്, ബാക്കി 3 സൈഡിലും നല്ല അടിപൊളി അടിപൊളി കാറ്റുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മള് ഈ പാറ കണ്ടില്ലേ, ഈ പാറേന്ന് ആ പാറ ഇറങ്ങുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ നോക്കി വേണം അപ്പുറത്തോട്ട് കിടക്കാനായിട്ട്, അല്ലെങ്കിൽ താഴെ പോകും. കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാ, ഒരു രക്ഷയില്ലാത്ത കാറ്റാ. വ്യൂ പോയിന്റ് നമ്മളെ ചെലന്തിയാറ് വാട്ടർഫോൾസ് കണ്ടില്ലേ, താഴെ കൂടെ ഒഴുകുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇരിക്കുന്നത് അവിടെ ആ തെളിഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ്, ഒരു രക്ഷയില്ല. ഇത് കണ്ടില്ലേ, നല്ല തെളിഞ്ഞ ആകാശവും നല്ല മലനിരകളും നല്ല പച്ചപ്പാണ് അല്ലേ ഫുള്ള്. അങ്ങോട്ട് നോക്കിയാല് കുളുക്കുമല, അതൊക്കെ ആ സൈഡാണ്. ആ കുളുക്കുമലയാണ് കാണുന്നത് കുളുക്കുമലയാണ്. അതിന്റെ അപ്പുറത്ത് ആ ടോപ്പിൽ കാണുന്നത് മീശപ്പുലിമലയാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അടിപൊളി, രക്ഷയില്ലാത്ത വ്യൂ. വട്ടവട വരുന്നവര് അതെ ഇത് കാണാതെ പോകരുത്, അതാ പറയാനുള്ളത്. നമുക്ക് അതായത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നടന്ന്, അതായത് ഇപ്പൊ എല്ലാരും വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ആരും അങ്ങനെ നടക്കാറില്ല. നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമെന്നാണ്, റിസ്ക് എടുക്കേണ്ടി വരും. കാരണം ആ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാല് ഇത് കണ്ടില്ലേ, ഒരു ഗ്യാപ്പ് കണ്ടോ, പാറ ഇറങ്ങാൻ ഇളകിപ്പോയതാ. അപ്പൊ ഇതൊക്കെ എപ്പം വെള്ളം ഇളകിപ്പോ, അതുകൊണ്ട് അധികം റിസ്ക് എടുക്കാതെ വരിക, ആസ്വദിക്കുക, കണ്ടുപോവുക. കാരണം അതാണ്, ഇതൊക്കെ കാണണ്ടേ, ഇതൊക്കെ കാണാനല്ലേ നമ്മൾ ഉണ്ടായത്. നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചേക്കുന്നതാണ് ഇതൊക്കെ. ഒരു ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാര്യങ്ങളോ ഇതിന്റെ ചരിത്രമോ കാര്യങ്ങളോ അല്ലെ ഇതെങ്ങനെ പാലിക്കല്ലെന്ന് പേര്. പക്ഷെ എന്തായാലും അങ്ങനെയുണ്ട് ഞാനെ, അടിപൊളിയാണ്. ഇതല്ലേ പാറ, ഇതുണ്ട് മൊത്തം കുപ്പികളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത്. അതെ, ഇത്രയും നല്ലൊരു പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലം നമ്മളായിട്ട് നശിപ്പിക്കാതിരിക്കുക ഇല്ലേ. നമ്മൾ അതുപോലെ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ മലയുടെ എഡ്ജാണ് ഈ പാറ എന്ന് പറയുന്നത്. ആ പാറപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അടിപൊളി കാറ്റാണ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി കാറ്റ്, സൂപ്പർ കാറ്റാണ് വീശുന്നത്. നല്ല നോക്കിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറന്നു. അപ്പൊ ഒന്ന് തെന്നിയാ തീർന്നു. കാറ്റടിക്കുന്നതിന്റെ ഇത് കണ്ടു, പുൽമേട്ടിലൂടെ ആ പുല്ലിലൂടെ കാറ്റ് തഴുകി പോകുന്നുണ്ട്. പാലിക്കലിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ നമ്മള് ഇനി തിരിച്ചിറങ്ങാനുള്ള വഴി നോക്കട്ടെ. കാരണം 6 മണിക്ക് മുമ്പ് നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണം. ഇവിടെ നിന്ന് ഈ നടന്ന് 1.5 മണിക്കൂർ വേണം നടക്കാൻ. പിന്നെ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണം. അപ്പൊ നമുക്കൊരു അതുള്ളൊരു 3 മണിയൊക്കെ താഴെ എത്തുമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതാണ് പാലിക്കല്ല്. ഇങ്ങോട്ട് നോക്കിയാൽ അടിപൊളിയല്ലേ. അപ്പം നമ്മുടെ പാലിക്കലിന്റെ നമുക്ക് ഇറങ്ങാം. താഴോട്ടാണ് ടൈഗർ കേവ് കയറാൻ ടൈം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അതോടെ കയറി കാണാം. ഇതാണ് പാലിക്കല്ല്.
നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയ ഇലന്തിയാർ എത്തി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാം. തിരിച്ച് പോയി ഫുഡ് കഴിക്കണം, പരിപാടിയുണ്ട്. അപ്പോൾ അത് മുഖമൊക്കെ ഒന്ന് കഴുകി, അതായത് മേലോട്ട് നടന്ന ക്ഷീണം മൊത്തം നമുക്ക് ഒന്ന് മുഖമൊക്കെ കഴുകുമ്പോൾ റെഡിയാവും. അപ്പം ഓക്കെ, ബൈ.